മകരവിളക്കിനായി ശബരിമല സന്നിധാനത്തിലെ ഒരുക്കങ്ങൾ പൂർണ്ണം. ഇന്നലെ 70,000-ത്തിലധികം തീർത്ഥാടകർ സന്നിധാനത്ത് എത്തിയെന്നാണ് പോലീസിന്റെ കണക്കുകൾ. ഇന്ന് രാവിലെ വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. മകരവിളക്കിനായി ശബരിമല സന്നിധാനം പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു. അയ്യപ്പ ദർശനത്തിനായി ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ഇപ്പോൾ സന്നിധാനത്ത് തമ്പടിച്ചിരിക്കുന്നത്. കാത്തിരിപ്പിന്റെ പുണ്യ നിമിഷങ്ങൾക്ക് ഇനി മണിക്കൂറുകൾ മാത്രം. കഴിഞ്ഞ ദിവസവും 70,000-ത്തിലധികം തീർത്ഥാടകരാണ് ദർശനം നടത്തിയത്. ഇന്ന് രാവിലെ മുതൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ദർശനത്തിനായുള്ള ഭക്തരുടെ നിര ശരംകുത്തി വരെ നീണ്ടു നിൽക്കുകയാണ്. മണിക്കൂറുകളോളം കാത്തിരുന്നാൽ മാത്രമേ ഇപ്പോൾ ദർശനം സാധ്യമാവുകയുള്ളൂ. ഷെഡുകൾ നിർമ്മിച്ചാണ് ഭക്തർ മകരജ്യോതി ദർശനത്തിനായി കാത്തിരിക്കുന്നത്. മകരവിളക്ക് ദിവസം സന്നിധാനത്ത് 2 ലക്ഷത്തോളം പേർ ഉണ്ടാകുമെന്നാണ് കണക്കുകൂട്ടുന്നത്. സന്നിധാനത്ത് ശുദ്ധക്രിയ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഇന്നലെ പ്രസാദ ശുദ്ധക്രിയകൾ നടന്നു. ഇന്ന് ബിംബ ശുദ്ധക്രിയകൾ നടക്കും. നാളെ ഉച്ചയ്ക്ക് 2:50-നാണ് മകരസംക്രമ പൂജ. കവടിയാർ കൊട്ടാരത്തിൽ നിന്നുമുള്ള നെയ്യ് ഉപയോഗിച്ചുള്ള അഭിഷേകം ഈ സമയത്ത് നടക്കും. നാളെ വൈകുന്നേരം 6 മണിയോടെ പന്തളത്തു നിന്നുള്ള തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തെത്തും. തുടർന്ന് തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധനയ്ക്ക് ശേഷം 6:30-ഓടെ പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയും. നാളെ ഉച്ചയ്ക്ക് 3 മണി മുതൽ മകരവിളക്ക് ചടങ്ങുകൾ കഴിയുന്നതുവരെ ഭക്തരെ 18-ാം പടി കയറാൻ അനുവദിക്കില്ല. ഉച്ചയ്ക്ക് ശേഷം പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് തീർത്ഥാടകരെ കടത്തിവിടില്ലെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. സുരക്ഷയ്ക്കായി 2000-ഓളം പോലീസുകാരെയാണ് വിന്യസിപ്പിച്ചിരിക്കുന്നത്. തിരക്ക് നിയന്ത്രിക്കുവാൻ പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഭക്തർക്കായി ദേവസ്വം ബോർഡ് സൗജന്യമായി ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്. ശരണം വിളികളാൽ ഭക്തിസാന്ദ്രമായ ശബരിമല ഇനി മകരജ്യോതി പുണ്യത്തിനായി കാത്തിരിക്കുകയാണ്.